നമസ്കാരം. കേരള വിഷൻ ന്യൂസ് മുഴുനീള വാർത്ത ആരംഭിക്കുന്നു. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. നോക്കാം പ്രധാന വാർത്തകൾ. സാങ്കേതിക സർവകലാശാല VC സിസ തോമസിനെതിരെ നടപടി കടുപ്പിച്ച് സർക്കാർ. അനുമതിയില്ലാതെ VC സ്ഥാനം ഏറ്റെടുത്തതിൽ കാരണം കാണിക്കൽ നോട്ടീസ്. നടപടി സിസ തോമസ് ചുമതല ഏറ്റെടുത്ത 5 മാസത്തിന് ശേഷം. H3N2 വ്യാപനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്രം. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തണം. വൈറസ് ബാധയേറ്റ് ഹരിയാനയിലും കർണാടകയിലുമായി 2 മരണം. കേരളത്തിൽ കേസുകൾ കുറവെന്ന് ആരോഗ്യമന്ത്രി. കേരള വിഷൻ ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. തനിക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിൽ വിജേഷ് പിള്ളയുടെ മറുപടി. സ്വപ്ന പറഞ്ഞത് പച്ചക്കള്ളം. വിജേഷിന്റെ ആദ്യ പ്രതികരണം കേരള വിഷൻ ന്യൂസിനോട്. ഇന്നലെ സ്വപ്ന സുരേഷ് ഒരു പ്രമുഖ പാർട്ടിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു. അതുമാത്രമല്ല, താങ്കൾ കേസിൽ നിന്ന് പിന്മാറാൻ 30 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് അവർ ആരോപിക്കുന്നത്. എന്താണ് ഇതിന്റെ വസ്തുത? ഇതിൽ യാതൊരു വസ്തുതയില്ല. ആക്ച്വലി വെറും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വപ്ന സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിജേഷ് പിള്ളയെ അറിയില്ലെന്നും സ്വപ്നയുടെ തിരക്കഥ യേശില്ലെന്നും MV ഗോവിന്ദൻ. തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് സ്വപ്ന സുരേഷ്. സ്വപ്ന പറയുന്നത് തള്ളാനാകില്ലെന്ന് VD സതീശൻ. ബ്രഹ്മപുരത്ത് ആരോഗ്യ സർവേ നടത്താൻ ആരോഗ്യ വകുപ്പ്. ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി സർവേ നടത്തും. മാലിന്യ പ്ലാന്റിലെ പുക നിയന്ത്രിക്കാനുള്ള ശ്രമം തുടരുന്നു. ബ്രഹ്മപുരത്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണ സമിതി. തീപിടുത്തത്തിൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ്. വൈദേകം റിസോർട്ട് വിവാദം. CPM സംസ്ഥാന കമ്മിറ്റിയിൽ P ജയരാജൻ ഉന്നയിച്ച EP ജയരാജൻ. വിഷയം കൊണ്ടുവന്നത് ആരോപണം എന്ന നിലയിലല്ല, ഒരു സ്വകാര്യ കമ്പനിയെ ഇങ്ങനെ സഹായിക്കാമോ എന്ന് സംശയം മാത്രം. EP ജയരാജന്റെ പ്രതികരണം മലയാളം വാരികയിൽ. വിവാദത്തിൽ പ്രതികരിക്കേണ്ടത് ബന്ധപ്പെട്ടവരെന്ന് MV ഗോവിന്ദൻ. തൊണ്ടിമുതൽ കേസിൽ മന്ത്രി ആന്റണി രാജുവിന് ആശ്വാസം. മന്ത്രിക്കെതിരായ FIR ഹൈക്കോടതി റദ്ദാക്കി. പോലീസിന് കേസെടുക്കാൻ അധികാരമില്ലെന്ന വാദം ശരിവെച്ചു. കേസ് റദ്ദാക്കുന്നത് സാങ്കേതിക കാരണങ്ങളാലെന്നും കോടതി. സത്യം ജയിച്ചെന്ന് ആന്റണി രാജു. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, സാങ്കേതിക സർവകലാശാല VC സിസ തോമസിനെതിരെ നടപടി കടുപ്പിച്ച് സർക്കാർ. അനുമതിയില്ലാതെ സാങ്കേതിക സർവകലാശാല VC സ്ഥാനം ഏറ്റെടുത്തതിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. സർക്കാരിന്റെ നീക്കം ഗവർണറുമായുള്ള പോര് രൂക്ഷമാക്കും.